ഒരു ഒളിമ്പിക്സ് നടത്താൻ എത്ര ചെലവ് വരും? ചിന്തിച്ചിട്ടുണ്ടോ? 2024 പാരീസ് ഒളിമ്പിക്സിനായി വകയിരുത്തിയിരിക്കുന്നത് എത്രയെന്ന് പറയുന്നതിന് മുൻപ് ഏറ്റവും ചിലവേറിയ ഒളിമ്പിക്സുകൾ ഏതൊക്കെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. 2012 ലണ്ടൻ ഗെയിംസിന് ചെലവഴിച്ചത് ഏകദേശം $1700 കോടി. 2020 അരങ്ങേറിയ ടോക്കിയോ $2800 കോടി. 2016 റിയോ ഡി ജനീറോ $2400 കോടി ഒളിമ്പിക്സിനായി ചെലവഴിച്ചുവെന്ന് കണക്കുകൾ പറയുന്നു. ഈ പറഞ്ഞ മൂന്നും ചരിത്രത്തിലെ ഏറ്റവും ചെലവേറിയ 3 ഒളിമ്പിക്സുകളായിരുന്നു. ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ഈ ഭീമമായ തുക ഒട്ടേറെ വിമർശനങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. എന്നാൽ 2024 പാരീസ് ഒളിമ്പിക്സിനായി വകയിരുത്തിയിരിക്കുന്നത് $887 കോടി. 2019 രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റി ചില ചിലവ് ചുരുക്കൽ പരിഷ്കാരങ്ങളൊക്കെ നിർദ്ദേശിച്ചിരുന്നെങ്കിലും ഓരോ ഒളിമ്പിക്സിനും ചെലവ് ഭീമമായ തുക തന്നെയാണ്. എന്നാൽ ഇത്തവണ ചെലവ് ചുരുക്കാൻ പാരീസ് ഒട്ടേറെ കാര്യങ്ങൾ പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. പാരീസ് ഒളിമ്പിക്സിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമായ വിവരങ്ങൾ പ്രകാരം 2024 പാരാലിമ്പിക് ഗെയിംസിന്റെ 96% ചെലവ് വരുന്നത് സ്വകാര്യ മേഖലയിൽ നിന്നാണ്. സംഘാടക സമിതിയുടെ മൊത്തം ബജറ്റ് $400 കോടി. ടിക്കറ്റ് വിൽപ്പന, ഹോസ്പിറ്റാലിറ്റി മേഖല, ടിവിയിലെ ഒളിമ്പിക് പ്രക്ഷേപണം എന്നിവയിൽ നിന്നൊക്കെ വരുമാനം ലഭിക്കുമെങ്കിലും ചെലവും ഉയർന്നതാണ്. ഒളിമ്പിക്സിനായുള്ള ലേലം വിളിക്കുന്നതിനുള്ള ചെലവ് മുതൽ നടത്തിപ്പിനും സംഘാടനത്തിനുമൊക്കെയായി ഒട്ടേറെ ചെലവുകളുമുണ്ട്. എന്നാൽ ഇത്തവണ നന്നായി ചെലവ് ചുരുക്കിയിരിക്കുകയാണ് പാരീസ്. ഒളിമ്പിക്സിന് ശേഷം മിക്ക നഗരങ്ങളിലും അവശേഷിക്കുന്ന സാമ്പത്തിക ഞെരുക്കം കുറയ്ക്കുകയാണ് ലക്ഷ്യം. തുടക്കം മുതൽ തന്നെ സംഘാടനത്തിലെ പിഴവുകളും ചെലവ് ചുരുക്കലും വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. 20ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതി മുതലാണ് ആതിഥേയത്വത്തിന് ഇത്രയധികം ചെലവ് വന്നത്. പല രാജ്യങ്ങളെയും കടക്കണിയിലാക്കുന്ന ഗെയിംസിന്റെ ബിഡിംഗും സെലക്ഷൻ പ്രക്രിയയുമൊക്കെ ഒളിമ്പിക് കമ്മിറ്റി പരിഷ്കരിക്കണമെന്ന് വിദഗ്ധർ പറയുന്നു. അതേസമയം ഒളിമ്പിക്സ് നടക്കുന്നത് ആ നഗരത്തിന്റെ പ്രൊഫൈൽ രാജ്യാന്തര തലത്തിൽ ഉയർത്തുമെന്നും ടൂറിസം, അടിസ്ഥാന സൗകര്യ മേഖലകളിലെ നിക്ഷേപം ഉയരുമെന്നും രാജ്യങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകുമെന്നും കമ്മിറ്റി വാദിക്കുന്നുമുണ്ട്.